പൊന്മുടിയിൽ പുള്ളിപ്പുലി ഇറങ്ങി. പൊന്മുടി പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് കണ്ടത്. സംഭവത്തിൽ വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു. വിവരങ്ങളുമായി അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ടൂറിസം കേന്ദ്രമായ പൊന്മുടിയിൽ പുലി ഇറങ്ങി എന്നുള്ളത് ഈ അടുത്ത സമീപകാലത്ത് വന്ന ഏറ്റവും ഇത്തരത്തിലൊരു വാർത്ത ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു പുലി ഇറങ്ങിയ വാർത്ത അവിടെ നിന്ന് വരുന്നത്. നിലവിൽ ഈ നേരത്തെ തന്നെ ഈ പുലിയെ അവിടെ അത്തരത്തിൽ കാണുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? വനംവകുപ്പ് ഇപ്പോൾ നിലവിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പൊന്മുടി. രാവിലെയാണ് ഇവിടെ പുള്ളിപ്പുലിയെ കണ്ടത്. പൊന്മുടി പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് ഈ പുള്ളിപ്പുലിയെ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കണ്ടത്. ഇത് റോഡിലൂടെ നടന്ന് കാടിനുള്ളിലേക്ക് കയറി പോകുന്നതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ വനം വകുപ്പിനെ അറിയിച്ചു. വനം വകുപ്പ് ഉടൻ തന്നെ എത്തി നോക്കിയെങ്കിലും പുലിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗം മുഴുവൻ പുൽമേടാണ്. അത് മാത്രമല്ല ഇവിടെ പുലിയുടെ സാന്നിധ്യം നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. പക്ഷേ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ അത് പുറത്തേക്ക് വരികയോ മറ്റാരെങ്കിലും ഉപദ്രവിച്ചതോ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ പുലി കാട്ടിലേക്ക് തന്നെ കയറി പോയത് കൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും സ്ഥലം വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. വനംവകുപ്പ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കാട്ടിലേക്ക് തന്നെ കയറി പോയതിനാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ഈ ക്രിസ്മസ് സമയമാണ്, ന്യൂ ഇയർ സമയമായതോടെ തന്നെ വിനോദസഞ്ചാരികൾ കൂടുതലുള്ള സമയം കൂടിയാണ്. ജാഗ്രതാ നിർദ്ദേശം എന്തായാലും വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ശരി, അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പൊന്മുടിയിൽ പുള്ളിപ്പുലി ഇറങ്ങി, വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു.